ഹലോ, ഇന്നൊരു പുരവിശേഷമായാലോ. ഇന്ന് നമ്മുടെ മാണിക്യമംഗലം ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൻ്റെ പൂരമാണ് കേട്ടോ. അപ്പം നമ്മൾ തലേദിവസം ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പൂരത്തിൻ്റെ തലേദിവസം എന്ന് പറഞ്ഞിട്ട്. തലേദിവസത്തെ പരിപാടികളൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ അല്ല, ഒരു വൈകുന്നേരം ആകുമ്പോഴാണ് നമുക്ക് പൂരം നിരക്കുക. കാരണം ചൂടും കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് ഇന്ന് ഇച്ചിരി കൂടി നേരം വൈകിട്ടാണ് കേട്ടോ അവർ പൂരം നിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 6 മണി 5 മണിയോട് കൂടിയിട്ടാണ് നമുക്ക് പൂരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുങ്ങി തുടങ്ങിയത്. അപ്പോൾ ഈ ആനേനെ നമ്മൾ ഒരു 3 ആനേനെയാണ് കൊണ്ടുപോയിട്ട് നമ്മളവിടെ തൊട്ടടുത്തൊരു മനയുണ്ട്. ആ മനയിൽ നിന്നാണ് നമ്മൾ ദേവീനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പൂരം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 3 ആനകൾ അങ്ങോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ 3 ആനകൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. കാരണം പൂരം നടക്കുന്ന അമ്പലത്തിലേക്ക് തന്നെ തിരിച്ച് വരും. അവിടുത്തെ എന്തെങ്കിലും പ്രത്യേക വേണ്ട പരിപാടികളൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് തിരിച്ചു എനിക്കതിനെ പറയാനറിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ 3 ആനകളുടെ അകമ്പടിയോട് കൂടിയിട്ട് നമ്മൾ ദേവീനെ പൂരത്തിന് വേണ്ടിയിട്ട് ഒരുക്കും. അപ്പം നമുക്കിവിടെ മൊത്തം 7 ആനയ്ക്കാണ് നമ്മൾ പൂരം വെക്കാറ്. അപ്പോൾ 3 ആനകൾ ഇതിന് വേണ്ടിയിട്ടും പിന്നെ 4 ആനകൾ അവിടെ നമുക്ക് നിരന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോഴേക്കും ഞങ്ങൾ വേഗം യാത്രയ്ക്കതിന് ശേഷം പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കണ്ട. അപ്പോൾ അവിടെ കണ്ണൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ അതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുക. 2 പേർക്കും സെയിം സാധനങ്ങൾ. ഞങ്ങളങ്ങനെ എല്ലാം മേടിക്കുകയാണെങ്കിൽ 2 പേർക്കും ഒരേപോലത്തെ മേടിക്കും, അല്ലെങ്കിൽ പിന്നെ അവിടെ അടിയാവുമല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരുങ്ങിയതിന് ശേഷം അമ്പലത്തിലേക്ക് ചെന്നു. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പൂരം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ആനകൾ അതിനകത്ത് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ ചെറിയ രീതിയിൽ വെടിക്കെട്ടല്ല, എനിക്കൊന്ന് ദീപാരാധന സമയത്തിൻ്റെ പടക്കം കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ പൂരം ഇച്ചിരി വൈകിയാണ് കയറി. കാരണം വൈകി എത്താണ് നമ്മൾ പൂരം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വൈകിയാണ് നമ്മൾ പൂരം കയറിയത് കേട്ടോ. കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ആനകൾക്കും അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ കുറച്ച് നേരം പൂരപ്പറമ്പിലൊക്കെ കിടന്ന് നടന്നതിന് ശേഷം അധികം നേരം നമ്മൾ നിന്നില്ല, വേഗം തന്നെ വീട്ടിലേക്ക് പോയിട്ടോ. കാരണം ഉണ്ണീനെയൊക്കെ കൊണ്ട് വന്നതുകൊണ്ട് തന്നെ നമ്മളധികം നേരം നിന്നില്ല. പിന്നെ അങ്ങനെ നമ്മുടെ ചേച്ചിമാരും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടു. നമ്മൾ ഈ പുറത്തുനിന്ന് കയറി വരുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷെ നല്ല തിക്കും തിരക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയത് കളിപ്പാട്ട കടയിലേക്കാണ്. കാരണം അവർ കളിപ്പാട്ടങ്ങളില്ലാണ്ട് വീട്ടില്ല. അപ്പോൾ എല്ലാവരും മാമനെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ. ചെറിയ സാധനങ്ങൾക്ക് പോലും നല്ല വിലയായിരുന്നു. അതിനുശേഷം തിക്കും തിരക്കും ഒഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മൊത്തത്തിലൊരു വ്യൂ കിട്ടിയ കേട്ടോ ഫ്രണ്ടിലത്തെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ.